ബേഴ്സിനസ് ബെൻസിൻ്റെ ടാക്സി. ടാക്സി താജിക്കിസ്ഥാനിലേക്ക് ബെൻസ് കാറിൽ. അടിപൊളി. തുണിക്കിസ്ഥാൻ അറിയോ? പുതിയ രാജ്യമാ. സജാദിന് വീണ്ടും എന്തോ പണി കിട്ടിയിട്ടുണ്ട്. ഇത് ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ റിലേഷൻഷിപ്പ്. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ജാക്കറ്റ് ഒക്കെ ഊരി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. എന്നല്ലേ, ഓരോ ദിവസം ഓരോ വെതറാണ്. ഇന്ന് രാവിലെ നല്ല സണ്ണി ഡേ ആണ്. അപ്പോൾ വലിയ തണുപ്പില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ നിൽക്കാം. ഭയങ്കര എക്സ്പെക്ട് ചെയ്തതല്ല കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ആവുന്നുള്ളത്. അപ്പോൾ മിസ്റ്റർ മുഹമ്മദ് റാഫി, സീ യു അഗൈൻ. നൈസ് ടു ഹാവ് യു വിത്ത് us for 2 days. KLT UK ട്രിപ്പിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു വന്നതിൽ. എന്താ പരിപാടി? ഫുൾ ബിസിനസ് മീറ്റിംഗ്സ്. ഓൾ ദി ബെസ്റ്റ്. സീ യു അഗൈൻ. നമ്മുടെ വണ്ടി വന്നോ? അപ്പോൾ നമ്മളിപ്പോൾ തജിക്കിസ്ഥാൻ ബോർഡറിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് തജിക്കിസ്ഥാൻ ബോർഡറിലേക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത രാജ്യം തജിക്കിസ്ഥാൻ, ദുഷാൻബേയിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. 300 കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ ഇവിടെ നിന്ന്. അങ്ങനെ നമ്മൾ തജിക്കിസ്ഥാൻ ബോർഡർ ടൗണിലേക്ക് പോകുന്നു. 40 കിലോമീറ്റർ, ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ. നമുക്ക് 40 കിലോമീറ്റർ പോകാനായിട്ട് ഈ വണ്ടി കിട്ടിയിരിക്കുന്നത് 800 രൂപയ്ക്കാണ്. നമ്മുടെ ഇന്ത്യൻ രൂപയാണ് 800 രൂപ. ഞാൻ ഇപ്പം എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് എയർപോർട്ടിൽ പോകാൻ 25 കിലോമീറ്ററിന് ഞാൻ 1000 രൂപ കൊടുക്കണം. ഇത് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് കൺട്രീസ് ആണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. ഇനി തജിക്കിസ്ഥാൻ പോകുമ്പോൾ അറിയാം അവിടെ എങ്ങനെയാണെന്നുള്ളത്. അവിടെ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. നോക്കാം. ഇവിടുത്തെ പെട്രോൾ പമ്പ് കണ്ടില്ലേ? പെട്രോൾ പമ്പിൽ നമ്മൾ ഇമിഗ്രേഷനിലൊക്കെ ക്യൂ നിൽക്കുന്ന പോലെയാണ് ഇവിടെ വണ്ടികൾ ക്യൂ നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു യെല്ലോ വര വരച്ചിട്ടുണ്ട്. ആ വരയുടെ പുറകിലാണ് ഈ കാണുന്ന വണ്ടികളെല്ലാം ക്യൂ നിൽക്കുന്നത്. നമ്മുടെ വണ്ടിയും ക്യൂ നിൽക്കുകയാണ് അവിടെ. അത് കൊള്ളാമല്ലേ പരിപാടി? എന്നിട്ട് 1 by 1 ആയിട്ട് ആൾക്കാർ അവിടെ പോയിട്ട് ഡീസൽ അടിക്കും. നമ്മൾ തന്നെ ഡീസൽ അടിക്കണം. എന്നിട്ട് അവിടെ കൗണ്ടറിൽ കൊണ്ട് പൈസ കൊടുക്കണം. എന്നിട്ട് പോകണം. അതാണ് പരിപാടി. ഇവിടെ പാസഞ്ചേഴ്സ് ഇറങ്ങണം. നമ്മൾ ഇവരെ എണ്ണ അടിക്കാൻ പോകുമ്പോഴത്തേക്കിനും നമ്മളെ ഇറക്കി ഇവിടെ പുറത്തോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നഗരം വിട്ടിട്ട് ഗ്രാമങ്ങളുടെ വിജനതയിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് മലകൾ കാണാൻ സാധിക്കും. ആ മലകൾ എന്ന് പറയുന്നത് തജിക്കിസ്ഥാനാണ്. തജിക്കിസ്ഥാൻ എന്ന് പറയുന്നത് 90% മലകൾ മാത്രമുള്ള ഒരു രാജ്യമാണ്. കുന്നും മലയും മാത്രമുള്ള ആ ഒരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത്. തജിക്കിസ്ഥാനെ പറ്റി എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. രണ്ട് വശത്തും എത്ര നേരമായിട്ട് കൃഷിസ്ഥലങ്ങളാണെന്നറിയോ? നല്ല ഭംഗിയുള്ള കൃഷിസ്ഥലങ്ങൾ. നോക്കി ഇപ്പോഴും പച്ചപ്പും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ പുറകു വശത്തായിട്ട് നമുക്ക് മഞ്ഞുമലകളും കാണാം. അടിപൊളി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നമ്മുടെ കാശ്മീരിൻ്റെ താഴ്വരകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത്. അതായത് ജമ്മു കാശ്മീരിൽ നമ്മൾ ശ്രീനഗർ ഭാഗത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ഏകദേശം ഇതേപോലത്തെ വൈബായിരുന്നു. നമ്മൾ ബിഷ്കേക്ക് പോയപ്പോഴും അതേപോലെ തന്നെ തഷ്കൻഡ് വന്നപ്പോഴൊക്കെ ബോർഡറിലേക്ക് പോകാനായിട്ട് ബോർഡറിൽ നിന്നൊക്കെ ബസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റൂട്ടിൽ ബസ്സൊന്നുമില്ല. സമർക്കണ്ടെന്ന് 40 കിലോമീറ്ററാണ് ബോർഡർ എന്നുണ്ടെങ്കിൽ പോലും ബസ്സൊന്നുമില്ല. ഷെയർ ടാക്സി എടുത്ത് പോയേ പറ്റുള്ളൂ. ഷെയർ ടാക്സി അല്ലെങ്കിൽ പ്രൈവറ്റ് ടാക്സികൾ. പിന്നെ ഇവിടെ വേറെ ദമാസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒമിനി പോലത്തെ കുറേ വണ്ടികളുണ്ട്. ആദ്യം പറയാം അതിനെ പറ്റി. ഇതെന്താ നിർത്തുന്നത്? എത്തിയാ? ഇല്ലല്ല. പുള്ളി എവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി. എവിടെ പോയതാ? ആരെയും കാണാൻ പോയതാ. അടിപൊളി. ഇതാണ് ദമാസ് എന്ന് പറയുന്ന വണ്ടി. ഇതിനെപ്പറ്റി ഞാൻ പറയാം. ഇത് ഇവിടെ എവിടെ നോക്കിയാലും കാണും ദമാസ്. ഇവിടെ മൊത്തം ദമാസിന്റെ പരിപാടികളാണ്. മൊത്തം ഈ പോകുന്ന എല്ലാം ദമാസാണ്. കണ്ടില്ലേ? നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ബോർഡറിന്റെ അടുത്തെത്തി. ഇവിടെ വലിയ തിരക്കൊന്നുമില്ലല്ലോ. അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ട തിരക്കൊക്കെ എങ്ങോട്ടാ? റോഡ് നടുക്ക് നിൽക്കുക സംസാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ബോർഡർ എത്തി ഗൈസ്. ഇവിടെ റോഡിന്റെ നടുക്ക് ബോർഡറിൽ കൊണ്ട് വണ്ടി നിർത്തി നമ്മളെ ഇറക്കി വിട്ടത്. സീ ബ്രദർ, താങ്ക് യു, സ്പസിബ സ്പസിബ. ബോർഡറിന്റെ നടുക്ക്, റോഡിന്റെ നടുക്ക്, ബോർഡറിൽ റോഡിന്റെ നടുക്ക് വണ്ടി കൊണ്ട് നിർത്തി ഇറക്കി വിട്ടല്ലേ നമ്മളെ. അടിപൊളി. അപ്പൊ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാം. വലിയ തിരക്കൊന്നുമില്ല. അവരെത്ര പറയുന്നത്? നമുക്ക് അപ്പുറത്തുനിന്ന് മാറാം, കുഴപ്പമില്ല. അവിടെ പോയിട്ട് ചേട്ടൻ വിടുന്നില്ലേ നമ്മളെ? മൊത്തം പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാ. സമയമില്ല, ഫുഡ് കഴിക്കണം, വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാം. ഇത് ഉസ്ബെക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ റിലേഷൻഷിപ്പ്. ബോർഡറിൽ 2 രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരുടെ ഫോട്ടോ. ഞാനിവിടെ ബോർഡറിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യാണ്. സജാദ് ഇതുവരെ വന്നിട്ടില്ല. 5-10 മിനിറ്റായി. എന്താ സംഭവം എന്നറിയില്ല. മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കട്ടെ. ദുഷാംബെ. ഹായ് ദുഷാംബെ. അത് 1.
Okay. How much? 200. 200? Shared? 1, 2, machine full. 400. 4 person, 1 machine. Okay. 4 person. വിശക്കുന്നല്ലോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. This car? А? Это сюда. Вот сюда положи. Вот сюда. Душам? Front? Да. Front? Не, это вот сюда അത് എവിടെ положи. വെക്കാം? Вот это открывается. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങനെ ഞാൻ എൻ്റെ 47ാമത്തെ രാജ്യത്ത് കയറി. ഞാൻ മാത്രമേ കയറിയുള്ളൂ, സജാദ് കയറിയില്ല. സജാദിന് എല്ലായിടത്തും പണി കിട്ടുന്ന പോലെ ഇവിടെയും ഒരു പണി കിട്ടി. എന്തെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതെൻ്റെ 47ാമത്തെ രാജ്യം. നമ്മുടെ KLTUK യാത്രയിലെ 13ാമത്തെ രാജ്യം താജിക്കിസ്ഥാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇമിഗ്രേഷനിൽ വന്നു. ഉസ്ബെക്കിസ്ഥാൻ്റെ ഇമിഗ്രേഷനിൽ ഞാൻ നമ്മുടെ ഈ വിസ കാണിച്ചു കൊടുത്തു. അവരെൻ്റെ എക്സിറ്റ് സീൽ അടിച്ച് വന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു, 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, 15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. സജാദ് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും എക്സിറ്റ് ആവുന്നില്ല. അതായത് ഇവിടേക്ക് കയറ്റുന്നതല്ല, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് എക്സിറ്റ് ആവുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഞാൻ മെസ്സേജ് അയച്ചു നോക്കി. അപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു സജാദ്. അങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ അവിടെ നോമാൻസ് ലാൻഡിൽ നിന്നു. അപ്പോഴത്തേക്കും പോലീസുകാരൻ എന്നെ വന്നിട്ട് എന്തിനാണ് നിൽക്കുന്നത്, പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് തജിക്കിസ്ഥാനിലേക്ക് കയറ്റി വിട്ടു. ഞാൻ നേരെ തജിക്കിസ്ഥാനിലേക്ക് വന്നു. ഇവിടെ ഇമിഗ്രേഷനിൽ പോയി ഒന്നും ചോദിച്ചില്ല, വിസ പോലും ചോദിച്ചില്ല. വിസ ഇ വിസ ഉണ്ട്, തജിക്കിസ്ഥാൻ ഇ വിസയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വന്നു. ഞാൻ തജിക്കിസ്ഥാനിൽ എൻ്റർ ചെയ്തു. രണ്ടിടത്തും കസ്റ്റംസ് ചെക്കും കാര്യങ്ങളൊക്കെയാണ്. വളരെ സിമ്പിൾ ബോർഡർ, ഒരു പ്രശ്നമില്ലാത്ത, ഒരു തിരക്കും ഇല്ലാത്ത നിസ്സാരമായിട്ടുള്ളൊരു ബോർഡർ. അപ്പോൾ സജാദിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സജാദ് ഈ ഇടയ്ക്കിടയ്ക്ക് ഉസ്ബെക്കിസ്ഥാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വരുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷിംകൻഡിൽ നിന്നും തഷ്കൻഡിലേക്ക് ലാൻഡ് ബോർഡർ വഴി കയറിയ എൻട്രി സജാദിൻ്റെ അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അതെന്തോ അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത എന്തോ ഒരു പ്രശ്നത്തിൻ്റെ കാരണമാണ്. പക്ഷേ സജാദിൻ്റെ പാസ്പോർട്ടിൽ എൻട്രി സീലുണ്ട്, പക്ഷേ അവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയില്ല. അപ്പോൾ അവർ പറഞ്ഞ സൊല്യൂഷൻ, ഇവിടെ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്ത് മാറി സിറ്റിയിൽ എവിടെയോ ഒരു ഇമിഗ്രേഷൻ ഓഫീസുണ്ട്, അവിടെ പോയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് തിരിച്ച് വന്നാൽ ഇതിലൂടെ കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ സജാദ് അങ്ങോട്ട് തിരിച്ചു പോയി. എനിക്ക് മെസ്സേജ് അയച്ചു, അങ്ങോട്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. പോയിട്ട് അത് ചെയ്തിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് തജിക്കിസ്ഥാൻ സോമാനോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, സോം പോലെ അങ്ങനെ ഒരു കറൻസിയാണ് ഇവരുടെ പേര്. $100 കൊടുത്തപ്പോഴത്തേക്കിനും 1060 സോമാണ് എനിക്ക് കിട്ടിയത്. തജിക്ക് കറൻസിയാണ് കിട്ടിയത്. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത്, ഒരു സോം കിട്ടണമെങ്കിൽ നമ്മുടെ 8 ഇന്ത്യൻ രൂപ കൊടുക്കണം. അതായത് മറ്റ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ പോലല്ല, ഇവിടുത്തെ കറൻസി കുറച്ച് സ്ട്രോങ് ആണ്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ സോമൊക്കെ മാറി ഞാൻ ഇങ്ങോട്ട് ബോർഡറിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഈ കാണുന്ന ഒരു മെഴ്സിഡസ് ബെൻസിൻ്റെ ടാക്സി ഇവിടെ കിടക്കുന്നുണ്ടോ. മെഴ്സിഡസ് ബെൻസിൻ്റെ ടാക്സി, മെഴ്സിഡസ് ബെൻസിൻ്റെ ഈ ടാക്സിയിലാണ് നമ്മൾ തജിക്കിസ്ഥാനിലേക്ക് പോകുന്നത്, ദുശാംബയ്ക്ക്. ഇവിടെ നിന്ന് 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ 2000 രൂപ പറഞ്ഞു 250 കിലോമീറ്ററിന്. ഷെയർ ടാക്സിയാണ്, 4 പേരുണ്ടാവും. അപ്പോൾ എന്നോട് പുറകെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് മുമ്പിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഫ്രണ്ട് സീറ്റ് മാമച്ചനാണല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മുമ്പിൽ ആളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടന് 250 സോം തരാമെന്ന് പറഞ്ഞു. 2500 രൂപ തരാമെന്ന് പറഞ്ഞു. ചേട്ടൻ ഹാപ്പി, ഡബിൾ ഹാപ്പി. പിന്നല്ല, കാരണം നമുക്ക് മുമ്പിൽ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കാണുന്ന വണ്ടിയിൽ നമ്മൾ ദുശാംബയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ആയിട്ടുള്ളൂ, വേറെ ആൾക്കാരാവണം, 4 പേര് ഫുള്ളാവണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് വെയിറ്റ്. എന്തായാലും ഒരു പഴഞ്ചൻ സോവിയറ്റ് വണ്ടി ഇല്ലേ, ആ വണ്ടിയിലാണ് നമ്മൾ ദുശാംബയ്ക്ക് പോകുന്നത്, തജിക്കിസ്ഥാനിലേക്ക് ബെൻസ് കാറിൽ. അടിപൊളി. ഇത് റെസ്റ്റോറൻ്റ് ആണോന്നറിയില്ല, എന്തെങ്കിലും സമോസയോ എന്തെങ്കിലും കിട്ടുമോ? ഇതൊന്നുമില്ല കേട്ടോ. അയ്യോ ഒന്നുമില്ല, എനിക്ക് വിശക്കുന്നേ. ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഫുഡൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഫുഡൊന്നും കിട്ടാത്ത ബോർഡർ. ദൈവമേ, ആകെ വലഞ്ഞ്. രാവിലെ പോലും ഒന്നും കഴിച്ചിട്ടില്ല. സജാദും പാവം, അവനും ഒന്നും കഴിച്ചിട്ടില്ല. തിരിച്ചു പോയി കാണാൻ മിക്കവാറും. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. കണ്ടോ, കുഴിക്കക്കൂസാണ്, കണ്ടില്ലേ? നോക്കി, കുഴിക്കക്കൂസ്. ടിഷ്യൂ പേപ്പറും വെള്ളമൊക്കെ വേണം നമ്മൾ കൊണ്ടുവരണം. ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഇത് ഉപയോഗിക്കാൻ 20 രൂപ കൊടുക്കണം. 20 രൂപ. ഇതാണ് സെറ്റപ്പ്. ഇതാണ് ബോർഡർ ഏരിയ. വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത ബോർഡർ ഏരിയ. ഇവിടെ കുറേ പഴയ മെഴ്സിഡസിൻ്റെ കാറുകളുണ്ട് കേട്ടോ. അടിപൊളി. നമ്മുടെ വണ്ടീനെ എപ്പോഴാണോ വിടുന്നത് ഒരു ഐഡിയ ഇല്ല. ലെറ്റ്സ് വെയിറ്റ്. സജാദിന് വീണ്ടും എന്തോ പണി ഇട്ടിട്ടുണ്ട്, വോയിസ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവരെ പറഞ്ഞ ഇവരുടെ മിസ്റ്റേക്ക് ആണ്, പക്ഷെ ഒരിക്കലും ചെയ്യാനില്ല. ഞാൻ ഇവരെ കണക്ക് വേറെ ഓവർ സ്റ്റേ ആണ്. അപ്പോൾ ഞാൻ സിറ്റിയിൽ പോയിട്ട് എനിക്ക് എക്സിറ്റ് വിസ അടിക്കണം. എക്സിറ്റ് വിസ അടിച്ചാൽ പിന്നെ എൻ്റെ ഉസ്ബെക്ക് വിസ ക്യാൻസൽ ആവും. പിന്നെ എനിക്ക് തജിക്ക് പോയിട്ട് ഉസ്ബെക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. എക്സിറ്റ് വിസ അടിച്ചിട്ട് നമുക്ക് കസാക്കിലേക്ക് എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വഴി നാട്ടിലേക്ക് എക്സിറ്റ് ആവും. ഇമിഗ്രേഷൻ ഓഫീസർ പോയി നോക്കട്ടെ, അവർ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓരോരോ വള്ളിക്കെട്ട്. ഓക്കെടാ, സാരമില്ല. എന്തായാലും എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് കറങ്ങുന്നില്ല എന്നാണ് എല്ലാവരുടെയും പരാതി. ഞാൻ ഒറ്റയ്ക്ക്
ഒറ്റയ്ക്ക് കറങ്ങുന്ന വീഡിയോസൊന്നും ആരും കാണുന്നില്ല. എല്ലാ രാജ്യത്ത് പോയാലും ആരെങ്കിലുമൊക്കെ കൂട്ട് വേണമെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ എത്ര രാജ്യങ്ങളിൽ സോളോ ട്രിപ്പ് അടിച്ചിരിക്കുന്നു. ഇതിപ്പോൾ സജാദ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സജാദ് എന്നോട് ചേർന്നതാണ്. അതേപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില സമയത്ത് എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് പല സ്ഥലത്തും വരുന്നത്. പിന്നെ നമ്മുടെ ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഉള്ളപ്പോഴത്തേക്കിനും അവർ മീറ്റ് ചെയ്ത് അവർ നമ്മളോട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും അതിനിപ്പോൾ എന്താ തെറ്റ്? എല്ലാവരും അങ്ങനെ യാത്ര ചെയ്യുന്നില്ല. ഈവൻ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പോലും ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എത്ര മലയാളികളെ മീറ്റ് ചെയ്യുന്നു, അവരുടെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്നു. ഈവൻ നമ്മുടെ സുനീർ ഭായിയുടെ കൂടെ പോലും മൊറോക്കോയിൽ പോയപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സോളോ ട്രിപ്പുകൾ ചെയ്യും, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും ട്രാവൽ ചെയ്യും, ഫാമിലിയുടെ കൂടെയും ട്രാവൽ ചെയ്യും, നമ്മൾ എല്ലാ തരത്തിലുള്ള യാത്രകളും ചെയ്യും. എന്തായാലും സജാദിന് താജിക്കിസ്ഥാൻ കയറാനും അതേപോലെ തന്നെ കിർഗിസ്ഥാൻ കയറാനും യോഗം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ സജാദ് എന്തായാലും വരും. ഞാൻ എന്തായാലും 2-3 ദിവസം ഇവിടെ കിർഗിസ്ഥാനിലുണ്ട്, തജിക്കിസ്ഥാനിലുണ്ട്. എല്ലാ സ്ഥാനാണല്ലോ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഹിന്ദുസ്ഥാൻ, പിന്നെ കസാക്കിസ്ഥാൻ, എല്ലാ സ്ഥാനങ്ങളാണ്. പോട്ടെ, നോക്കാം. ലെറ്റ്സ് ഗോ. രസമല്ലേ? ഞാനിവിടെ പോസ്റ്റ് ആട്ടോ, 10-15 മിനിറ്റ് ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതിപ്പോൾ എപ്പോൾ വണ്ടി ഫുള്ളായിട്ട് എപ്പോൾ പോകാനാണെന്ന് ആർക്കറിയാം. ചേതനെങ്കിലും വിളിക്കട്ടെ, ചുമ്മാ വെറുതെ ഇന്ന് ബോറടിച്ച്. ഹലോ, ഹായ് ഋഷി, സ്കൂളിൽ പോയിട്ട് വന്നോ? അപ്പ എവിടാന്നറിയാം ഋഷി? എവിടെയാ ഋഷി? ചൂ ആണോ? അപ്പ ചൂയിലാണോ? ചൂയിലാന്നപ്പ. അപ്പ ഇപ്പൊ ഉള്ളത് തജിക്കിസ്ഥാൻ. എവിടാ? തുണിക്കിസ്ഥാൻ. അറിയോ? പുതിയ രാജ്യമാ. അപ്പ കഴിഞ്ഞ ദിവസം പോയത് ഏത് രാജ്യത്താ? കിർഗിസ്ഥാൻ. എവിടെയാ പോയത്? കിർഗിസ്ഥാൻ. അവന് സ്ഥാൻ പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുക. കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ. ആർക്കാ? ആർക്ക് ഉമ്മ കൊടുക്കണമെന്ന്? ഓ, ക്യാമറയ്ക്ക് ഉമ്മയോ? കൊടുത്തോ. ക്യാമറയ്ക്ക് ഉമ്മ കൊടുത്തോ? ആ ഉമ്മ, ക്യാമറയ്ക്ക് ഉമ്മ. നമ്മൾ ക്യാമറ കണ്ട്. അയ്യോ ലഡി, സജാദിനെ കയറ്റിയില്ലടി ഇവിടെ. പണി കിട്ടി അവന്. അതെന്താ സംബന്ധം അറിയാം? അവന്റെ ഉസ്ബെക്ക് സിസ്റ്റത്തിലെ ഒരു പ്രശ്നം. ഉസ്ബെക്കിന് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല അവന്. അപ്പൊ ഞാനിവിടെ കേറിയിട്ട് ഇതുണ്ടോ, ഞാൻ ഇവിടുന്ന് ദുശാംബേക്ക് പോകുന്ന വണ്ടി കണ്ടോ? അത് ഇവിടെ ടാക്സിയാണ്. ഇത് പഴയ ബെൻസിന്റെ ടാക്സിയാ, പണ്ടത്തെ ടാക്സിയാണ് ഇത്. ഇതിലാ പോകുന്നത്. പൊടി പിടിച്ച് കിടക്കുന്ന ബെൻസ് കണ്ടോ? പൊടി പിടിച്ച് കിടക്കുന്ന ബെൻസ് ഇതിലാ പോകുന്നത്. ഇതില് 2000 രൂപ. പുള്ളി 2000 രൂപ പറഞ്ഞു. എനിക്ക് ഫ്രണ്ട് സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2500 അങ്ങോട്ട് ഓഫർ ചെയ്തു. ഇവിടെ നിന്ന് 250 കിലോമീറ്റർ ഉണ്ട് ദുശാംബേക്ക്. ഞാൻ മാത്രമേ കയറിയിട്ടുള്ളൂ. ഐ ആം സോളോ അഗെയിൻ. ഇവര് ഭയങ്കര റിച്ച് ആണോ അതോ ഇതൊക്കെ പഴയ വണ്ടികളാണോ എന്ന് എനിക്കറിയില്ല. പഴയ വണ്ടികളായിരിക്കും. ഇവിടെ മൊത്തം ബെൻസിൻ്റെ ടാക്സികളാണ് കേട്ടോ. പ്രാഡൊക്കെ കിടപ്പുണ്ടല്ലോ. അത് തജിക്കിസ്ഥാൻ്റെ വണ്ടി. തജിക്കിസ്ഥാനിലാണ് നമ്മൾ കയറിയേക്കുന്നത്. തജിക്കിസ്ഥാൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് TJ ആണ്. TJ എൻ്റെ അച്ഛൻ്റെ ഇനിഷ്യലാണ്. TJ തജിക്കിസ്ഥാൻ. TR തുർക്ക്മെനിസ്ഥാൻ. അതെൻ്റെ ഇനിഷ്യലാണ്. TR തുർക്ക്മെനിസ്ഥാൻ. പക്ഷെ നമുക്ക് തുർക്ക്മെനിസ്ഥാൻ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടിപൊളി. ചേട്ടൻ ഒരാളെ കിട്ടിയെന്ന് തോന്നുന്നു. ചേട്ടൻ ഒരാളെ ഇങ്ങനെ ഉണ്ടെന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ പുള്ളിയൊക്കെ ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ചേട്ടാ വയം പോവാം. 250 എന്ന് പറയുന്നത് 2500 ഇല്ല കേട്ടോ. 1973 രൂപയേ ഉള്ളൂ. പുള്ളി ആദ്യം എന്നോട് പറഞ്ഞത് 1500 ഞാനതാണ് പുള്ളിക്ക് ഒരു 500 എക്സ്ട്രാ ഓഫർ ചെയ്തത്. 1973 രൂപ. ഞാൻ പറഞ്ഞില്ലേ, ഒരു തജിക്ക് സൊമോനി എന്നാണ് ഈ കറൻസിയുടെ പേര്. തജിക്ക് സൊമോനി എന്ന് പറഞ്ഞാൽ 7 രൂപ 89 പൈസയാണ്. അങ്ങനെ ചേട്ടൻ ആൾക്കാരെ കിട്ടി. മൊത്തം 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും 3 ആണുങ്ങളും. ചേട്ടൻ 2 പെണ്ണുങ്ങളെ കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, ഫുള്ളായി. അടിപൊളി വണ്ടിയാണല്ലോ. പഴയ വണ്ടിയെന്ന് എനിക്ക് നല്ല ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കാണ്. പഴയ ബെൻസ്. എത്ര വർഷം പഴക്കമുള്ളതാണോ ഒരു ഐഡിയ ഇല്ല. എത്ര കിലോമീറ്റർ ഓടിയതാണെന്ന് പോലും കാണുന്നില്ല. കൊള്ളാമല്ലേ? എയർ ബാഗ് ഉണ്ട്. പിന്നെ ഇത് ഇവരുടെ എന്തോ ഡിവൈസാണ്. എന്ത് സംഭവം എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ ക്യാമറ ഡിറ്റക്ട് ചെയ്യാനും അതേപോലെ അങ്ങനെ എന്തെങ്കിലും ടാക്സിക്കാർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സംഭവമായിരിക്കും. കാർ. അങ്ങനെ ബോർഡറിൽ നിന്നും നമ്മുടെ വണ്ടി തലസ്ഥാന നഗരമായിട്ടുള്ള ദുശാൻബെയെ ലക്ഷ്യമാക്കി നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ 3-4 പേരുണ്ട്. 3 പേരും ഞാനൊന്ന് 4, മൊത്തം 4 പേരാണ്. അപ്പോൾ പുള്ളിക്ക് 500 കിലോമീറ്ററുള്ള ഈ ഒരു ട്രിപ്പിൽ പുള്ളിക്ക് അപ്രോക്സിമേറ്റ് എല്ലാം കൂടെ ഒരു 8,000 രൂപ 8,000 രൂപ റേഞ്ച് കിട്ടും. ഷെയർ ടാക്സികളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലാഭമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ
പ്ലെയിൻ ലാൻഡിലാണുള്ളത്. നമ്മളിനി കുന്നും മലയും കയറി നമ്മൾ പോകും. ഇവിടെ തജിക്കിസ്ഥാനിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഏകദേശം 10,000 അടി ഉയരത്തിലാണ്. കാരണം മൊത്തം കുന്നുമലയാണ്. അങ്ങ് ദൂരെ എനിക്ക് മഞ്ഞുമലകൾ കാണാൻ സാധിക്കും, മഞ്ഞ് വീണ് കിടക്കുന്ന മലകൾ കാണാൻ സാധിക്കും. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കംപ്ലീറ്റ് ഗ്രാമങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്, പിന്നെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. ഇവർക്ക് തജിക്കിസ്ഥാനിൽ 90% മലയാണ്. പിന്നെ ഇവർക്ക് പ്ലെയിൻ ലാൻഡ് എന്ന് പറയുന്നത് ആകെ ഈ ബോർഡറിലുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ലെറ്റ്സ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് തജിക്കിസ്ഥാൻ നൗ. ബോർഡറിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കിനും പഞ്ചകണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ടൗൺ എത്തി. ഇതാണ് ഇവരുടെ ബോർഡർ ടൗൺ. ബോർഡറിന് 20 കിലോമീറ്റർ മാറിയുള്ള ടൗണാണ്. ഇവിടെയാണ് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു താഴ്വാരത്തിലുള്ള ഇവരുടെ ഒരു നഗരമായിരിക്കണം. ഇവിടെ ഒരു റൗണ്ട് ബോട്ടൊക്കെ ഉണ്ട്, പുതിയ കെട്ടിടമൊക്കെ പണിയുന്നുണ്ട്. പിന്നുള്ളതിലൊക്കെ അപ്പുറത്തപ്പുറത്തേക്കെല്ലാം പുതിയതും പഴയതുമായിട്ടുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. വലിയ തിരക്കും ബഹളമൊന്നുമില്ല. ഇവിടെ കംപ്ലീറ്റ് ഇഷ്ടിക വെച്ചാട്ടെ ഇവർ കെട്ടിടങ്ങളൊക്കെ പണിയുന്നത്. ഈ ഭാഗത്ത് ഇഷ്ടിക ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരുടെ ഫ്ലാഗും നമ്മുടെ ഫ്ലാഗും ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ റോഡിൻ്റെ സൈഡിൽ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നുണ്ടല്ലേ, സവാള, ഉരുളക്കിഴങ്ങ്, തക്കാളി, അങ്ങനെ സാധനങ്ങളൊക്കെ അടിപൊളി. ഇവിടെ ഫുള്ള് കൃഷി കേട്ടോ. ഇവിടെ വിൻ്ററൊന്നും എത്തിയിട്ടില്ല കേട്ടോ ഇതുവരെ. മൊത്തം കൃഷിയാണ്. അതായത് കൃഷി കഴിഞ്ഞ് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. ശരിക്കും എനിക്ക് കാശ്മീരും ശ്രീനഗറും ഒക്കെ പോലെ തന്നെ ഓർമ്മ വരുന്നു. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഈസി ആയിട്ട് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോകാമല്ലോ, റോഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അത്ര അടുത്തല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും സംഭവം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ വളവും തിരുവൊക്കെ ആരംഭിച്ചു. ഇവിടെ താഴെ ഏതൊരു നദിയാണ് കാണുന്നത്. ആ നദി ഇങ്ങനെ മഞ്ഞുമലകൾ വെള്ളം ഒരുക്കി വരുന്ന നദിയായിരിക്കും. ആ മലയുടെ മേളിലൊക്കെ വീടുകൾ പണിത് വെച്ചിരിക്കുന്നുണ്ടോ? ആഹാ, അടിപൊളിയാണേ. നല്ല രസമുണ്ട് കേട്ടോ. അവിടെയൊക്കെ കന്നുകാലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുതിരയും പശുവും ആടും അങ്ങ് ധാരാളം കന്നുകാലികൾ. മലയുടെ മേളിലാണ് മിക്ക ഗ്രാമങ്ങളും. എനിക്ക് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വന്ന് കയറിയതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു രാജ്യമാണ്. അതായത് കാണാൻ എന്ത് രസമാണെന്നറിയോ. ആളുകളും ഉണ്ട്, പല സ്ഥലത്തും ഗ്രാമങ്ങളും ഉണ്ട്. നമ്മളിപ്പോഴും ആ ഒരു പ്ലെയിൻ ലാൻഡ്സിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും മലകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ മലകൾക്കിടയിലൂടെ ഇങ്ങനെയുള്ള വഴികളിലൂടെ, ഇങ്ങനെ നിരപ്പായ വഴികളിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്രാമങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയ തിരക്കും പാടൊന്നുമില്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അയ്യോ, ഇവിടെയുണ്ട് റോഡിൽ പശുക്കൾ. ഏതോ ഒരു നദിയാണ്, അത്യാവശ്യം നല്ല വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ധാരാളം നദികളുണ്ട് കേട്ടോ ഇവിടെ. കാരണം മലയും വെള്ളവും വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ധാരാളം നദികളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കുന്നും മലയും കയറി തുടങ്ങി. അടിപൊളി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം അടിവാരമായിരുന്നു തോന്നുന്നു. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കിനും ഇവിടെ പുറകെ ഇരിക്കുന്ന ആള് ഹായ്, ഹലോ. പുള്ളിക്കാരി പറയായിരുന്നു, പുള്ളിക്കാരി ഇൻഫ്ലുവൻസർ ആണെന്ന്. ഇതാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം, കൊലീസ മേക്കപ്പ്. സോ യു മേക്ക് മേക്കപ്പ് വീഡിയോസ്? ഓക്കെ, ദാറ്റ്സ് നൈസ്. പുള്ളിക്കാരി nice to meet you too. Yeah, she has got friends in India. She was telling me that friends in India. Really? Okay. Three friends, yes. I am from Kerala. I'm from South. Yes. One girl, two boys. Oh, really? Mine. So you have two boyfriends in India? Boyfriend, no. Okay. Friend. Oh. Okay, one girl, two boy. Yes, I was just yes. kidding. Sorry. Okay. Nah. That's me. That's me. Yes, me. Nice stuff you like. Okay. Thank you. മോനെ, ഇതിപ്പോ വേറെ ലെവല് ഭംഗി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ. ഇതിപ്പോ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ലഡാക്കും കശ്മീരും ഭൂട്ടാനും ഒക്കെ പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളും ആ മലകളും മരങ്ങളും ഒക്കെ ആയിട്ട്
മലയുടെയൊക്കെ മേളിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. താഴെയൊക്കെ നല്ല വെതർ. ഇന്ന് ഞാൻ ജാക്കറ്റ് ഇട്ടിട്ട് പോലും ഇല്ല കേട്ടോ. മലയുടെ താഴ്വാരത്ത് ഒരു ഗ്രാമം നോക്കി എന്തോരം വീടുകളാന്ന് നോക്ക്. അടിപൊളിയേ. വളഞ്ഞു പുളഞ്ഞുള്ള മലകൾക്കിടയിലുള്ള വഴികളിലൂടെ ചേട്ടൻ പറപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല സുഖമുണ്ട് ഈ വണ്ടിക്ക് തിരിക്കാനും. ഇവിടെ എല്ലാം ബെൻസിൻ്റെ ടാക്സികളാണ്. ഞാനിങ്ങനെ പുറത്തിരിക്കുന്ന നോക്കുമ്പോഴത്തേക്കിനും എതിരെ വരുന്നത് മുമ്പിൽ പോകുന്നതും എല്ലാം ബെൻസിൻ്റെ വണ്ടികളാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ പഴയ വണ്ടികളാണ് കേട്ടോ ടാക്സിയിൽ ഓടിക്കുന്നത്. ഇവർക്കിതെങ്ങനെ മുതലാണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ എണ്ണയുടെ കോസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഭയങ്കര സുഖം കേട്ടോ. ആർക്കും വേണ്ട. ഇങ്ങനെയൊക്കെയാ റോഡ് പോകുന്നത് നോക്കി. എൻ്റെ പൊന്നും, മൊത്തം അതിഭീകരമായ മല. അടിപൊളി. ഇത് ഭയങ്കര എക്സ്ട്രീം ആട്ടോ. ആ മലയുടെ ഇടയ്ക്കൂടെ താഴെ ഒരു നദിയുണ്ട്. ആ നദി തീരത്തൂടെയാണ് ഈ വണ്ടിയൊക്കെ പോകുന്നത്. ആ മുമ്പിൽ പോകുന്ന വണ്ടി കണ്ടോ, അത് റഷ്യയിൽ നിന്ന് വരുന്ന വണ്ടിയാണ് കേട്ടല്ലേ. റഷ്യയിൽ നിന്നൊക്കെ ഓടിച്ചുകൊണ്ട് വരുന്ന വണ്ടിയായിരിക്കും. ഇവിടെ വരുന്ന വഴിക്ക് കുറേ സ്ഥലത്ത് മൈനിങ്ങും സംഭവങ്ങളും പിന്നെ കറുത്ത ഒരു തരത്തിലുള്ള ഒരു മണൽ പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്ന കാണാം. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മേജർ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ഇവരുടെ അലുമിനിയമാണ്. ഇവിടെ ധാരാളം അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് അലുമിനിയം സോഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അലുമിനിയം, പിന്നെ കോട്ടൺ, പിന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഫോറിൻ കറൻസി. അതുകൊണ്ടാണ് ഇവരുടെ രൂപയുടെ മൂല്യം ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഇവർ ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ അതർ കൺട്രീസ് ആണ് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ നാട്ടിലെ ഗൾഫുകാരെ പോലെ തന്നെ ഇവരുടെ ഗൾഫ് ഏതാണെന്നറിയോ? റഷ്യ എന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഇവിടെയുള്ള പല ആളുകളും മൈഗ്രേറ്റ് ചെയ്ത് റഷ്യയ്ക്ക് പോയി ജോലി എടുക്കാനും ബിസിനസ്സും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി എന്നാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനത്തെ ഒരു രാജ്യമാണ് തജിക്കിസ്ഥാൻ. അങ്ങനെ ഞാനൊരു ചെറിയൊരു മയക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കിനും ഫുള്ള് സ്നോ ആയി. നമ്മളൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാസ് നമ്മളിപ്പോൾ ഏകദേശം 8000 അടി ഉയരത്തിലേക്ക് കയറി. ഇതെന്താ സംഭവം എന്നറിയോ? മറ്റേ അവലാഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്കിനും മണ്ണിടിഞ്ഞ് വീഴുമല്ലോ, അത് വീണ് റോഡ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി ചെയ്ത് വെക്കുന്ന സാധനങ്ങളാണ്. ഈ ടണലും ഉണ്ടല്ലോ, അതേ വലിയൊരു മലയുടെ അടി കൂടെ ടണൽ. അടിപൊളി കേട്ടോ. ഇവിടെയൊക്കെ സ്നോ വീണ് കിടപ്പുണ്ട് കുറച്ച്. ഇത് ഭയങ്കര വലിയ ടണലാണ്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ആയി. ഇതിനകത്തൊരു ലൈറ്റ് ഇല്ല, ഒരു എക്സോസ്റ്റ് ഇല്ല, ഒരു കുന്തവും ഇല്ല. പണ്ടെപ്പോഴോ നിർമ്മിച്ച ടണലാന്ന് തോന്നുന്നു. സിംഗിൾ ലൈനാണ്. അതിനകത്തോട് ആൾക്കാർ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒരു ലൈറ്റ് പോലും ഇല്ല, വണ്ടിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇതെന്തോന്നടി ഇത് ശരിക്കും നമ്മൾ ലഡാക്കല്ലേ, അതുപോലെ തന്നെ മൊത്തം മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന. അയ്യോ എന്തുവാ ഇത്, അടിപൊളി കേട്ടോ. നമ്മൾ ആ ഒരു പാസ് ആക്ച്വലി ബൈപ്പാസ് ചെയ്ത് ടണലിലേക്കൂടെ കയറി വന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയ ലാഭവും നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി. നമ്മൾ ഉച്ചയ്ക്ക് 1:30 വിട്ടാണ്. 2:30, 3:30, 4:30, 5 മണിയായി. വൈകിട്ട് 5 മണിയായിട്ട് നമ്മൾ ഇനി ഇപ്പോഴും ദുശാംബെ എത്തിയിട്ടില്ല. 250 കിലോമീറ്റർ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. ഇനി 32 കിലോമീറ്റർ കൂടെ ഉണ്ട് ദുശാംബെ എത്താനായിട്ട്. ഈ ചേട്ടനാണ് ഇതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോലും നോൺ സ്റ്റോപ്പ്.
അങ്ങനെ സിറ്റി ഫുള്ള് ടൂർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലുള്ള ഓരോ ആൾക്കാരെ ഇറക്കി ദേവര് ഇറങ്ങാണ്. See you. Bye bye. Nice to meet you. Nice to meet you. Come in spring in Tajikistan. In Spring. Yes, definitely. Very beautiful. Yeah, I'm in a wrong time. It's okay. അപ്പോൾ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ ഹോട്ടലിൽ കൊണ്ട് വിടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത്രയും പൈസ ഞാൻ കൊടുത്തതല്ലേ. ഞാൻ പുള്ളിക്ക് സ്വർണ്ണപ്പല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ. ഒരു പഴയ വണ്ടി ഉണ്ടോ? പഴയ വാൻ, നമ്മുടെ KSRTC മറ്റേ വർക്ക്ഷോപ്പ് വണ്ടികളില്ലേ, അതേപോലത്തെ ഒരു പഴയ വാൻ. അതിനകത്തൊരു ചങ്ങായി ഇരിപ്പുണ്ടാകത്തില്ല. ചങ്ങായല്ല, 2 അപ്പൂപ്പന്മാർ അതിനകത്ത് ഇരിപ്പുണ്ട്. കണ്ടോ? ഈ സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം മോഡേൺ സിറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വലിയ വലിയ കെട്ടിടങ്ങളും അതും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സംഭവം കൊള്ളാം. ബിഷ്കേക്കിനെക്കാട്ടി അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. Спасибо. Хорошо. Да. Звони. Yes. I call you. Завтра после. ഓക്കെ, യെസ്. തിരിച്ചു പോകാനായിട്ട് ചേട്ടൻ എന്നെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. തിരിച്ച് ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പോകുന്നത്, എങ്ങനെയാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞ് നമ്പരൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ എല്ലാം എടുത്തല്ലോ അല്ലേ. നല്ല ചങ്ങായായിരുന്നു, നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു. വണ്ടിയിലുള്ള എല്ലാവരെയും സേഫായിട്ട് കൊണ്ടുപോയിട്ട് എന്നെ ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വഴിയിലൊന്നും ഇറക്കി വിട്ടില്ല. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ? ഈ കാണുന്ന ബിൽഡിങ്ങിൽ 5 ഹോട്ടലുണ്ട്. ഇതിലേതോ ഒരെണ്ണത്തിലാണ് ഞാൻ താമസിക്കുന്നത്. 5 ഹോട്ടലുള്ളൊരു ബിൽഡിങ്ങാണിത്. ഇത് കൊള്ളാട്ടോ സ്ഥലം. ഇവിടെ എല്ലാം ലക്ഷറി വണ്ടികളാണല്ലോ മൊത്തം. ബെൻസ്, റേഞ്ച് റോവർ, പിന്നെ ലെക്സസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ ലക്ഷറിയുടെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇതൊരു മിനി ദുബായ് പോലെ സെറ്റപ്പ് അല്ലേ. കൊള്ളാം, അടിപൊളിയാണ്. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ 14ാമത്തെ നിലയിലായിരുന്നു എൻ്റെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ഈ ബിൽഡിങ്ങിൻ്റെ പല നിലകളിലായിട്ട് പല ഹോട്ടലുകളുടെ റിസപ്ഷൻ ഉണ്ട്. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മുറി. ഇത് 1.5 മുറിയാണ് ഞാൻ കാണിച്ചു തരാം. അത് നോക്കി, എൻ്റെ ദൈവമേ. ഇവിടെ ഒരു ദിവസം താമസിക്കാനായിട്ട് 4000 രൂപയാണ് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. 2 ദിവസത്തേക്ക് 8000 രൂപ. സംഭവം അടിപൊളി. ഒരു വലിയൊരു സ്വീറ്റ് റൂം പോലത്തെ ഒരു മുറി നോക്കി, വലിയ ബെഡ്, ഇതിൽ 2-3 പേർക്ക് കിടക്കാം. പിന്നെ വലിയൊരു കർട്ടൻ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പകലാകുമ്പോഴത്തേക്കിനും നല്ല വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് സിറ്റി വ്യൂ ആണ്. കംപ്ലീറ്റ് ആ ഒരു സിറ്റി മൊത്തത്തിൽ ഇവിടെ കാണാൻ എനിക്ക് തോന്നുന്നു ഈ ദുശാംബയിൽ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിലൊന്നാണെന്ന് തോന്നുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഇത് പൊളിച്ചു കേട്ടോ. ഇവിടെ വളരെ കുറച്ച് ഹോട്ടൽസേ ഉള്ളൂ. ഉള്ള ഹോട്ടൽസൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ എന്താ പറയുക, നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ റൂമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മുടെ സജാദിന് അത്യാവശ്യം നല്ലൊരു വള്ളിയായിട്ടുണ്ട്. ഞാൻ പറയാം, ഇതാണ് നമ്മുടെ വാഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ സജാദ് വിളിച്ചിട്ട് പറഞ്ഞ്, സജാദ് അവിടെ നിന്ന് എമിഗ്രേഷൻ ഓഫീസിൽ പോയപ്പോഴത്തേക്കിനും അവനിവിടെ ഓവർ സ്റ്റേ ആണെന്ന് പറഞ്ഞു. ഓവർ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജാദിന് ആക്ച്വലി മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ട്. പക്ഷേ അവൻ എന്തോ ഒരു വള്ളി, അതായത് ഓവർ സ്റ്റേ ഒന്നുമല്ല, നമ്മൾ കയറിയിട്ട് 2-3 ദിവസമല്ലായുള്ളൂ ഉസ്ബെക്കിസ്ഥാനിൽ. എന്തോ ഒരു വള്ളി, ഏതോ ഒരു സ്ഥലത്ത് അവൻ എക്സിറ്റ് ചെയ്ത സമയത്ത് എന്തോ അവരുടെ സിസ്റ്റത്തിൽ എൻ്റർ ആയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്, ഇതിനു മുമ്പ് അവനങ്ങാണ്ട് വന്ന സമയത്ത് എന്തോ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റർ ആയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓവർ സ്റ്റേ ആണ്, $800 ഫൈൻ അടക്കണം എന്നൊക്കെ പറഞ്ഞു. സജാദ് പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം ആ ഇമിഗ്രേഷൻ ഓഫീസർ, നീ എവിടെ നിന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഹിൽട്ടണിലാണ് നിന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇമിഗ്രേഷൻ ഓഫീസർ അവൻ്റെ കൂടെ ഹിൽട്ടൺ ഹോട്ടലിൽ പോയിട്ട് അവന് ഓവർ സ്റ്റേ ആയ അവൻ എങ്ങനെയാണ് ഹോട്ടലിൽ റൂം കൊടുത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഓവർ സ്റ്റേ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എൻ്റർ ചെയ്യുന്നത്, അതിന് മുമ്പ് ഞാൻ എൻ്റർ ചെയ്തു, അങ്ങനെ പലതവണ എൻ്റർ ചെയ്തു, ഓവർ സ്റ്റേ ആണെങ്കിൽ ഇത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ച് അവസാനം എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി അവർ ഫൈൻ ഒഴിവാക്കി കൊടുത്തു. എന്നിട്ട് നാളെ എയർപോർട്ട് വഴി എക്സിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രാജ്യത്ത് ഒരു ചെറിയ സമയത്ത് ഒരു ലാൻഡ് ബോർഡേഴ്സ് വഴി ക്രോസ് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് ഈ ലാൻഡ് ബോർഡേഴ്സ് വഴി ക്രോസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും. നമ്മൾ ഈ എയർപോർട്ട് വഴി പോകുന്ന പോലെ അല്ല ലാൻഡ് ബോർഡേഴ്സ് വഴി. ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് ലാൻഡ് ബോർഡർ ക്രോസിങ്ങുകളെന്ന് പറയുന്നത്. കാരണം എയർപോർട്ട് കഴിയുന്ന വരുമ്പോഴത്തേക്കും അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിൽ എങ്ങനെയാണ് ആളുകൾ വരുന്നത്, എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷേ ലാൻഡ് ബോർഡേഴ്സിൽ പലപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം തന്നെയാണ് റഷ്യയിൽ ഇപ്പോഴും ലാൻഡ് ബോർഡേഴ്സ് ഈ വിസ അക്സെപ്റ്റ് ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ലാൻഡ് ബോർഡർ വഴിയുണ്ട്. അത് ഭയങ്കര വള്ളിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് എനിക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കയറാതെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഒന്ന് ഫ്രഷായിട്ട് ആകെ ടയർഡായി. 4.5 മണിക്കൂർ എടുത്തു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ബോർഡറിൽ നിന്ന്. മൊത്തത്തിൽ നമ്മൾ നമ്മുടെ സമർക്കണ്ടിൽ നിന്ന് ഇവിടെ വരെ 300 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 300 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് ബോർഡർ ക്രോസിങ് അടക്കം ഏകദേശം ഒരു 8 മണിക്കൂറോളം എടുത്ത് കംപ്ലീറ്റ് എല്ലാം ഇന്നത്തെ പരിപാടി ആകെ വള്ളി പിടിച്ചൊരു ദിവസമായിരുന്നു. എന്തായാലും ബെൻസ് കാറും ചേട്ടനെയും കിട്ടിയതാണ് നമുക്ക് ആകെയുള്ളൊരു സമാധാനം. കൂട്ടത്തിൽ നല്ല കമ്പനിക്ക് കുറച്ച് ആൾക്കാരെയും കിട്ടി.
അതായിരുന്നു നമ്മുടെ ആകെയുള്ളൊരു സമാധാനം. എന്നാലും ഞാൻ ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് രാത്രി വൈബൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാം. അങ്ങനെ ഞാനൊന്ന് ഫ്രഷായിട്ട് ഹോട്ടലിൽ നിന്ന് താഴെ ഇറങ്ങി. ഹോട്ടലിൻ്റെ 14ാമത്തെ നിലയിലായിരുന്നു നമ്മുടെ റൂം. അപ്പോൾ സജാദിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അതായത് സജാദിനോട് അവർ പറഞ്ഞു, നാളെ ഉസ്ബെക്ക് വിട്ട് പോയിക്കോ, അതും ഫ്ലൈറ്റ് എടുത്ത് പോകണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവന് ഇനി ഉസ്ബെക്കിൽ വരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ബോർഡറിൽ അവരുടെ എൻട്രി എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് വന്ന ഒരു മിസ്റ്റേക്ക് കാരണം അത് സഫർ ചെയ്യുന്ന ഒരാൾ. എന്നാലോചിച്ച് നോക്കിയേ, എനിക്കൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ തീർന്നു മോനെ, പെട്ട്. സജനോട് പറഞ്ഞു ഫൈൻ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഫൈൻ ഒഴിവാക്കി കൊടുത്തു. കാരണം അവൻ്റെ കുറ്റമല്ല, അപ്പോൾ ഫൈന് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫൈൻ ഒഴിവാക്കി കൊടുത്തു. എന്നിട്ട് നാളെ തന്നെ ലാൻഡ് ബോർഡർ വഴി നിനക്ക് എക്സിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സോ നാളെ തന്നെ എയർപോർട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്ലൈറ്റ് എങ്ങോട്ടാന്ന് വെച്ചാൽ എടുത്ത് പോയിക്കോ. എന്നിട്ട് നീ പോയിട്ട് പിന്നെ വന്നോ, പോയിട്ട് വേറെ ഈ വിസ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും വന്നോ, കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവനിപ്പോൾ നാളെ മിക്കവാറും സമർക്കണ്ടെന്ന് ദുബായിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ മിക്കവാറും നാളെ ദുബായിക്കോ മറ്റോ പോകും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഭയങ്കര കഷ്ടമായിപ്പോയി. കാരണം ഞങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കറിയില്ലല്ലോ ഇങ്ങനെ സംഭവിക്കുമെന്ന്, ഒരു ബൈ പോലും പറയാതെ നമുക്ക് സജാദിനെ പിരിയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് ഇമിഗ്രേഷനിൽ ഞാൻ ആദ്യമേ കയറി, എന്നെ അവിടെ നിർത്തിയില്ല, എന്നെ ഓടിച്ചു വിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഓടിച്ചു വിട്ട്. കാരണം ഞാൻ സജാദിനെ വെയിറ്റ് ചെയ്തൊരു 10-15 മിനിറ്റ് വന്നു. കാരണം നോമാൻസ് ലാൻഡിൽ അങ്ങനെ അതേ നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നെ അവർ ഓടിച്ചു വിട്ടു. അതെന്തായാലും ഭയങ്കര വിഷമമായിപ്പോയി. അത് ഇത്രയും ദിവസം ഒരുമിച്ച് ട്രാവൽ ചെയ്ത്, ഇനി ഒരാഴ്ച കൂടെ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഞങ്ങൾ തിരിയാനുള്ള പ്ലാനിലായിരുന്നു. ഞാൻ റഷ്യ കയറുമ്പോഴത്തേക്കിനും സജാദ് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അത് ആ കാര്യത്തിൽ തീരുമാനമായി. ഇറ്റ്സ് ഓക്കെ, എന്തായാലാട്ടെ, നമുക്ക് ലെറ്റ്സ് കീപ്പ് ഓൺ എക്സ്പ്ലോറിങ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ സംഭവിക്കും, അത് തരണം ചെയ്യുക എന്നുള്ളതല്ലേ. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ആ പെൺകുട്ടി പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഇവിടെയൊക്കെ സ്പ്രിങ്ങിലും സമ്മറിലും ഒക്കെ വേണം വരാനായിട്ട്. ഇതിപ്പോൾ വിൻ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടായപ്പോഴത്തേക്കിനും എല്ലാം അടച്ചോ, മിക്ക കടകളും അടച്ചല്ലോ. ആകെ കുറച്ച് റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. എനിക്കൊരു സിം എടുക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഐറാലോ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ഐറാലോ. ആ കട അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഹോട്ടലിൽ സിമ്മിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കിനും അവരെന്നോട് പറഞ്ഞത് രാവിലെ 8:30 ഇനി വരുള്ളൂ സിമ്മിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നൈറ്റ് വാക്കിന് പോകാം. എല്ലാ ബിൽഡിങ്സും നല്ല ഭംഗിയുണ്ട്. ഒരു പുതിയ നഗരമാണ് സത്യം പറഞ്ഞാൽ. അല്ല, പുതിയൊരു സെറ്റപ്പാണ് ഇവിടെ കംപ്ലീറ്റ് മൊത്തത്തിൽ. പബ്ലിക് പബ്ബ് 2.0, കരോക്കെ ക്ലബ്ബ്, പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവം കാണുക. റെസ്റ്റോറൻറ്റൊക്കെയാണ്, പക്ഷേ എല്ലാവരും പുറത്ത് കാണുന്നില്ല. മിക്കവാറും അകത്തായിരിക്കും, തണുപ്പല്ലേ, അതുകൊണ്ട് അകത്തായിരിക്കും ഇരിക്കുന്നത്. ദുഷാമി അത്യാവശ്യം നല്ല വൈബുണ്ട് കേട്ടോ രാത്രി. ഞാനിങ്ങനെ ഇറങ്ങി കുറേ നടന്ന് വന്നപ്പോഴത്തേക്കിനും ഈ ഭാഗത്തൊക്കെ കുറേ റെസ്റ്റോറൻറ്റുകളും പിന്നെ പബ്ബുകളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഭാഗത്തെല്ലാം കാണുന്നത്. പിന്നെ ധാരാളം ബ്രാൻഡഡ് ഷോറൂമുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളാണ്. എനിക്ക് എല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയോടെ വെച്ചിരിക്കുന്നുണ്ടല്ലോ. എല്ലാം മാർക്കറ്റ് ഏരിയ ആണോ, കുറേ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട്സും മീറ്റും, ഫ്രൂട്ട്സൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. അടിപൊളി നല്ല ഫ്രൂട്ട്സ്. ഇതൊന്നും ഫ്രിഡ്ജൊന്നും വേണ്ടല്ലോ, പുറത്ത് നല്ല തണുപ്പല്ലേ. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പോലെ തന്നെ നല്ല തണുപ്പത്ത് നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും. ഈ ചെറിയ ഓറഞ്ചൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ, അടിപൊളി ഫ്രൂട്ട്സ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ATM മെഷീൻസ് പോലെ കുറേ മെഷീൻസ് കാണാൻ പറ്റും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും. മൊബൈൽ റീചാർജ്, പിന്നെ ബാങ്കിങ് സർവീസസ്, അങ്ങനെ കുറേ പരിപാടികൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള മെഷീനാണ്. എല്ലാ പരിപാടികളും ഉണ്ട്. ഫോറിൻ സർവീസസ്, TV, ടിക്കറ്റ്, എന്തോ റീചാർജ്, ഇൻ്റർനെറ്റ് റീചാർജ്, ബാങ്ക്, എന്തൊക്കെയോ പരിപാടികൾ, ഗവൺമെൻറ് സർവീസസ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന മെഷീനുകളാണ്. ഇതിങ്ങനെ ബോർഡർ മുതൽ ഞാൻ കുറേ സ്ഥലത്ത് ഇതേപോലെ വെച്ചിരിക്കുന്ന കണ്ടിയാണ്. ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇന്ന്. നൈസായിട്ട് നല്ലൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. എന്തൊക്കെയോ സംഭവങ്ങൾ, നമ്മുടെ പപ്സും സമോസയൊക്കെ പോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള റോള്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ബേക്കറിയാണേ. ഈ കാണുന്ന ഒരു ഗ്രോസറി സ്റ്റോറാണ്. അതിൻ്റെ മുമ്പിലും 2 മെഷീൻ ഇതേപോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇങ്ങനെ തണുപ്പ് വരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് എല്ലാത്തിനും ഇതേപോലെ തുറന്നിരിക്കുന്ന കടകളല്ല, എല്ലാം അടച്ച് വെച്ച്. ഇപ്പം തണുപ്പ് കുറവല്ലേ, തണുപ്പ് വരുമ്പോഴത്തേക്കിനും പിന്നെ എല്ലാം അടച്ചു വെക്കും. പിന്നെ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണോ തുറന്ന് കിടക്കുകയാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒരു കേക്ക് ഷോപ്പ്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെയുള്ള ആളുകൾ റഷ്യൻ സംസാരിക്കുന്നവർ വളരെ കുറവാണ്. ഇവിടെ കൂടുതലും ഇവരുടെ ലോക്കൽ ലാംഗ്വേജ് തജിക്കാണ് ഇവർ കൂടുതൽ സംസാരിക്കുന്നത്. ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻസും മറ്റൊക്കെ റഷ്യനിലുണ്ടെങ്കിലും പല ആളുകൾക്കും റഷ്യൻ ഭാഷ വലിയ വശമില്ലാത്ത ആളുകളാണ് ഇവിടെ. ഇത് ഇഷ്ടംപോലെ ബേക്കറികളുണ്ടല്ലോ.
എല്ലായിടത്തും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. തണുത്ത് കാണത്തില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത്. സ്ട്രീറ്റൊക്കെ എന്ത് വൃത്തിയാന്ന് നോക്ക്. ആ റോഡിൻ്റെ നടുവിലൊക്കെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ട്രാം പോലത്തെ മറ്റേ ബസ്സുകൾ പോകുന്നു. അത് ബസ്സാണ്, ട്രാമല്ല. വലിയ വലിയ കെട്ടിടങ്ങളാണെല്ലാം. പണ്ടത്തെ സോവിയറ്റ് കാലത്തെ കെട്ടിടങ്ങളൊന്നും നമുക്ക് ഇവിടെ ഒന്നും കാണാൻ സാധിക്കും. എനിക്കിതുവരെ ഒരു സോവിയറ്റ് കാലത്തെ ഒരു കെട്ടിടം ഞാൻ ഇവിടെ വന്നൊരു കണ്ടില്ല. ഇതുപോലത്തെ കുറേ വലിയ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ കാണാം. സമയം രാത്രി 8 മണിയായി. റെസ്റ്റോറൻറ്റുകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. ഇവിടെ എല്ലായിടത്തും മെഷീൻസാണ്. റോഡൊക്കെ എന്ത് രസമല്ലേ കാണാനായിട്ട്. കെട്ടിടങ്ങളെല്ലാം ലൈറ്റൊക്കെ പ്രൊജക്റ്റ് ചെയ്ത്, ഇത് വേറെ വൈബാണല്ലോ ഇത്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടെ പ്രതീക്ഷിച്ചത്. ഇതെന്തായാലും ഇതൊരു കണ്ടിട്ടൊരു റിച്ച് കൺട്രി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് മൊത്തത്തിൽ നല്ല വൈബ്. ഇത് കണ്ടില്ല, ആ റോഡിൻ്റെ നടുക്ക് ധാരാളം മരങ്ങൾ. ആ മരങ്ങൾക്ക് നടുവിൽ ഇതേപോലെ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ആളുകളൊക്കെ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ നടന്ന് വന്ന് ചില്ലായിട്ട് ഇങ്ങനെ പോകുന്നു. സിറ്റി ബസ്സുകളൊക്കെ ഉണ്ട്. സിറ്റീസിൽ മാത്രമേ ഇവിടെയൊക്കെ നമുക്ക് ബസ്സുകൾ കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാം ചൈനീസ് വണ്ടികളാണ്, ചൈനീസ് ഇലക്ട്രിക് വണ്ടികളാണ്. ഇതൊക്കെ ശരിക്കും ഓരോ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമല്ലേ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? നല്ല പരിപാടികളല്ലേ ഇതൊക്കെ. നല്ല സിറ്റീസിലൊക്കെ ശരിക്കും ഇതുപോലെ കുറേ വാക്ക് വേസും അവിടെയൊക്കെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അതൊരു ഭയങ്കര ഒരു റിലാക്സേഷൻ അല്ലേ. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, ഓസ്ത്രി മാരിയോ എന്ന് പറയുന്നത്. ഓസ്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവ് എന്നാണ് അർത്ഥം. ഇനി എരിവുള്ള വല്ല ഫുഡും കിട്ടുന്ന റെസ്റ്റോറൻ്റ് ആണോ? എന്തായാലും ഒരു ബ്രിട്ടീഷ് പബ്ബൊക്കെ പോലെ ഉണ്ട് കാണുമ്പോഴത്തേക്കിനും. അതിന് മുകളിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, അതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സ്ട്രീറ്റ്സ് എല്ലാം വെൽ ലിറ്റാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇന്ന് റേഞ്ച് റോവറൊക്കെ എന്തോരം വണ്ടികളാണ്, എന്തോരം റേഞ്ച് റോവേഴ്സാണ്. ഇവിടെയൊക്കെ ഇപ്പോഴേ ഫുൾ ക്രിസ്മസ് വൈബാണല്ലോ. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഒരു 5 മിനിറ്റ് നടക്കാൻ ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറായി നടക്കുന്നത്. ഞാനിങ്ങനെ നടന്ന് പോകുന്തോറും ഓരോരോ കെട്ടിടങ്ങളും ഓരോരോ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി, ഇതിവിടുത്തെ ഒരു ലൈബ്രറി ബിൽഡിംഗ് ആണ്. പിന്നെ കുറച്ച് ഗവൺമെൻറ് ഓഫീസുകളും ഗവൺമെൻറ് ബിൽഡിങ്ങുകളും ഒക്കെയാണ് നമുക്ക് ലൈറ്റ് ഇട്ടൊക്കെ കാണുന്നത്. ആ ബിൽഡിംഗ് കൊള്ളാട്ടോ, നല്ല അടിപൊളി ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അങ്ങ് ദൂരെ ഒരു ബിൽഡിംഗ് കാണുന്നില്ല, അതാണെന്ന് തോന്നുന്നു ഇവരുടെ പാർലമെൻ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പിലൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്. ഇത് വേറെ ലെവൽ വൈബ്. ഇതെന്താ സംഭവം? ഇത് എന്തോ ഒരു ബിൽഡിങ്, എന്ത് ബിൽഡിങ്ങാണെന്ന് അറിയില്ല. ഫുള്ള് എല്ലായിടത്തും നല്ല അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ ചെയ്ത് സംഭവം പൊളിച്ച്. എന്തായാലും നമുക്ക് ദുശാംബയുടെ കാഴ്ചകളൊക്കെ പകൽ വെളിച്ചത്തിൽ നാളെ എന്തായാലും നമുക്ക് കാണാം. നാളെ കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ടല്ലോ, നമുക്ക് വിശദമായിട്ട് തന്നെ വന്ന് കണ്ടു കളയാം. പക്ഷേ രാത്രി വൈബ് ഒന്ന് വേറെ തന്നെ കേട്ടോ, അത് പൊളിച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു, ഒരു ചിക്കൻ ബ്രസ്റ്റ് സ്റ്റേക്ക് ഓർഡർ ചെയ്തു. ഇതാണ് ചിക്കൻ സ്റ്റേക്ക്. വലിയ കത്തിയൊന്നുമല്ല, ഒരു 500-550 രൂപയാണ് ഈ ഒരു സ്റ്റേക്കിനുള്ളത്. നോട്ട് ബാഡ്. ഐ മീൻ കത്തിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫോറിൻ കൺട്രി വെച്ച് നോക്കുമ്പോഴത്തേക്കിനും വലിയ കത്തിയല്ല. റെസ്റ്റോറൻറ്റിലെ ആൾക്കാരൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിലും ഭാഷയൊക്കെ എന്ത് പ്രശ്നമല്ലേ. ഓ, എനിക്കൊരു സ്പൈസി സോസ് കൊണ്ട് തന്നു. അമ്മാതിരി ഒരു മുടിഞ്ഞൊരു കുറച്ച് ആൾക്കാരിന്ന് ബിയറൊക്കെ കഴിച്ച് ഉച്ചയൊക്കെ കഴിച്ചിരിക്കുന്നുണ്ടോ. ഫുൾ വൈബ് അവിടെ. അങ്ങനെ ദിസ് ഈസ് അവർ ഫസ്റ്റ് നൈറ്റ് ഇൻ തജിക്കിസ്ഥാൻ. അപ്പോൾ എന്താ പറയുക, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം. ബട്ട് ഇറ്റ് വാസ് ഫൈൻ, കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലെത്തി. അപ്പോൾ നാളെ നമുക്ക് ഇവിടെ തജിക്കിസ്ഥാനിലെ ദുശാംബെ നഗരം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് മറ്റന്നാളെ പോകണം. അപ്പോൾ ഞാനും സജാദൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി കുറേ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു, അത്യാവശ്യം പൈസയൊക്കെ കൊടുത്തിട്ട്. ഇനി അതെല്ലാം എന്ത് ചെയ്യുന്നുള്ളതാണ്, ലൈക്ക് അതൊക്കെ ക്യാൻസൽ ചെയ്യാൻ തന്നെ പണിയാണ്. കാരണം അതൊക്കെ കൗണ്ടറിൽ പോയി ബുക്ക് ചെയ്തത് പലതും നിങ്ങളെ കണ്ടാലേ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം സുജിത് ഭക്തിൻ്റെ സോളോ ട്രിപ്പായിരിക്കും. നമ്മളിനിയിപ്പോൾ റഷ്യ കഴിഞ്ഞ് ജോർജിയ എത്തുന്നവരെ. ശ്വേതയുടെ വിസ ഒന്നും ഇതുവരെ ആയിട്ടില്ല, UK വിസ. ശ്വേതയ്ക്ക് UK വിസ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ശ്വേതനെയും ഋഷിനെയും ജോർജിയ, അതേപോലെ അർമേനിയ, അതേപോലെ തുർക്കി, ഈ 3 രാജ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാക്ക് പാക്കിംഗ് ട്രിപ്പ് നിങ്ങൾക്ക് അവിടെയും കാണാൻ പറ്റും, ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ബാക്ക് പാക്കിംഗ് ട്രിപ്പ്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ തജിക്കിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ കയറണം. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വേണം വീണ്ടും കസാഖിസ്ഥാനിൽ കയറേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് റഷ്യയിൽ പോകേണ്ടത്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇവിടെ രാജ്യങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, അസ് യൂഷ്വൽ ഇതെല്ലാം കയറി ഇറങ്ങി കിടക്കാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സജാദും റാഫിയും കൂടെ നാളെ രാവിലെ ദുബായിക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സാഡ് തിങ് ആയിപ്പോയി. കാരണം സജാദ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സജാദിന്
ഉസ്ബെക്കിസ്ഥാനിൽ വരാൻ പറ്റില്ല, കാരണം അവർക്ക് ഓൾറെഡി അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് വരാണ്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്ത് വേറെ കാരണം സംഭവിച്ച കാര്യമാണ്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഹാപ്പൻസ് സംടൈംസ്. അപ്പോൾ ലാൻഡ് ബോർഡേഴ്സ് വഴി ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ച് ട്രാവൽ ചെയ്യുക. ഇല്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. വിമാനത്തിൽ കൂടെ പോകുന്ന പോലല്ല, എയർപോർട്ട് വഴി പോകുന്ന പോലല്ല, ലാൻഡ് ബോർഡർ ട്രാവലിംഗ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. സീ യു ഗൈസ് ടുമോറോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. TV കാണുന്നവർ മൊബൈൽ എടുത്തുനിന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നാളെ കാണാം. ബൈ.